എൻ്റെ അത്ത ഗൾഫിൽ പോയി ഗൈസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അത്ത ഗൾഫിലോട്ട് തിരിച്ചു പോവുകയാണ്. ഫൈസാൻ ഭയങ്കര കരച്ചിലാണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ അത്ത വിടുന്നേ ഇല്ല. അല്ലേ പിന്നെ അവനെയും കൂടെ കൊണ്ടുപോകുന്നതാണ് അവൻ പറയുന്നത്. അത്തത്തെ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും വേണ്ട, എനിക്ക് അത്താടോട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ത. പക്ഷെ ഫൈസ രക്ഷയില്ല ഗൈസ്. അവൻ അത്താടെ കൂടെ പോകണം എന്നുള്ള വാശിയിലിരിക്കുവാണ്. ഞങ്ങളുടെ വീട് വെച്ചതിൻ്റെ കടങ്ങളും ലോണും ഒക്കെ ഉണ്ട്. അതത്ത ഗൾഫിൽ പോയാലല്ലേ തീർക്കാൻ പറ്റത്തുള്ളൂ. മമ്മിക്ക് വിഷമമൊക്കെ ഉണ്ട് അത്ത പോകുന്നതിൽ, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. ഇനി ഞാൻ വലുതായിട്ട് വേണം എൻ്റെ അത്ത എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ. അത്തായിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ ആ വിഷമം അത്ത പുറത്ത് കാണിക്കുന്നില്ല. ഫൈസിനൊരു രക്ഷയില്ല, ഭയങ്കര കരച്ചിലാണ്. അത്തായിക്ക് ഇത് കാണുമ്പോൾ ഒന്നുകൂടി വിഷമം വരുവാണ് ഗൈസ്. അവൻ കരയുന്ന കണ്ടാലും ഞങ്ങൾ എല്ലാവരും ഭയങ്കര കരച്ചിലാണ് ഗൈസ്. എല്ലായിടത്തും യാത്ര പറഞ്ഞ് അത്ത ഇറങ്ങാൻ നേരത്ത് ഫൈസ ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ്. അത്താൻ്റെ കൂടെ പോകണമെന്ന് വാശി പിടിക്കുവാണ്. പിന്നെ മമ്മി ഫൈസാനെ എടുത്ത് അത്ത ഗൾഫിൽ പോയിട്ട് വിസ അയച്ച് തരണേന്ന് പറഞ്ഞ് ഫൈസാനെ അങ്ങ് സമാധാനിപ്പിച്ചു. പിന്നെ അവൻ അത്താടത്ത് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അത്ത എടുത്ത് അവനെ സമാധാനിപ്പിച്ചിട്ട് പോവാൻ നോക്കുവാണ്. അവനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് എന്നെ സമാധാനിപ്പിച്ചിട്ട് അത്ത ഇറങ്ങി. പിന്നെ അത്ത എൻട്രി പാസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. ഇനി എന്താ നാട്ടിൽ വരുമെന്ന് അറിയത്തില്ല.